ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് സ്റ്റഫ് ചെയ്ത വെണ്ടയ്ക്കയാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇങ്ങനെ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. വെണ്ടയ്ക്ക സ്റ്റഫ് ചെയ്യാൻ വേണ്ടി 250 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫ്രഷ് വെണ്ടയ്ക്കയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഫ്രഷ് ആണെന്നൊന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒന്ന് ഒടിച്ചു നോക്കിയാൽ മതി. ഇങ്ങനെ ഒടിക്കുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് ഒടിഞ്ഞു വരും. ഇനി നമുക്കിതിൻ്റെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് കഴുകി നല്ലപോലെ വൃത്തിയാക്കി കൊണ്ടുവച്ചിരിക്കുക കേട്ടോ. കണ്ട് ഇതുപോലെ ഇതുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്ത് ഞാൻ ഒടിച്ചു കളഞ്ഞല്ലോ ഇപ്പോൾ. എന്നിട്ട് ഇതാണ്ട് ഇങ്ങനെ ഒരു സൈഡ് മാത്രം കട്ട് ചെയ്ത് മൊത്തത്തിൽ കട്ട് ചെയ്തത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. മുറിഞ്ഞു പോകരുത് കേട്ടോ. ഇങ്ങനെ ഇതിനകത്ത് നമുക്ക് മസാല നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കുന്നത്. മൊത്തത്തിൽ ഇങ്ങനെ അങ്ങ് വിടർത്തി മാറ്റരുത്, ഇത്രയാക്കാവുള്ളൂ. അത് നമുക്ക് ഇതിലോട്ട് വയ്ക്കാം. ഇനി ഇത്രയും കട്ട് ചെയ്തതാണ്. ഇത് കണ്ട ഇങ്ങനെ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനകത്ത് എത്ര നല്ല വെണ്ടയ്ക്ക വാങ്ങിച്ചാലും അതിനകത്ത് പുഴുക്കൾ കാണും. അതുകൊണ്ട് ഇത് കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ലപോലെ നോക്കണം. ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ നമ്മൾ നോക്കണം. ഇത് കണ്ടോ നല്ല ഫ്രഷ് വെണ്ടയ്ക്ക ആയാലും അതിനകത്ത് ചിലപ്പോൾ പുഴുക്കൾ കാണും. ഇങ്ങനെ വിടർത്തി ഒന്ന് നോക്കണം. ഇതാ വേണ്ട, ഇതിനകത്ത് ഒരു പുഴുക്കളും ഇല്ല. നല്ലപോലെ ഇത് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുമ്പം അതിനകത്ത് പുഴുക്കളുണ്ടെങ്കിൽ മനസ്സിലാവും പറ്റും. ഇങ്ങനെ നോക്കിയാൽ മതി. അതിനകത്തും ഒന്നുമില്ല, നല്ല വെണ്ടയ്ക്ക. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക എല്ലാം നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേണ്ട, ഇനി നമുക്ക് ഇതിനകത്ത് നിറയ്ക്കാനുള്ള മസാല റെഡിയാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് മുളക് പൊടിയായാലും മതി. നമ്മുടെ അടുത്ത് ഏത് മുളക് പൊടിയുണ്ടോ അത് മതി. അപ്പോൾ ഇതിലേക്കിടാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതായത് കേട്ടോ. നല്ല ജീരകം എന്നൊക്കെ പറയും. 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, പെരിഞ്ജീരകം എന്നൊക്കെ പറയും. അത് ഇതിലേക്കിടാം. ഒന്ന് ചതച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനിത് നല്ലപോലെ പൊടിച്ച് വെച്ചതാണ്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി 3/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിതിൽ ചേർക്കുന്നത്. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, മസാല എല്ലാം കൂടെ. ഇനി 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്കൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരു പേസ്റ്റ് പരുവാക്കണം. വെള്ളം സൂക്ഷിച്ചൊഴിക്കണം, കൂടരുത് കേട്ടോ. നമ്മൾ അരച്ചൊക്കെ എടുക്കത്തില്ലല്ലോ, അതുപോലെ പേസ്റ്റാക്കി എടുക്കണം. കണ്ട നമ്മൾ നല്ലപോലെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ട ഇതുപോലെ പേസ്റ്റാകണം. ഇനി നമുക്കിത് അതിനകത്തേക്ക് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ വെണ്ടയ്ക്ക എടുത്തിട്ട് അതിലേക്ക് നമുക്കിത് മസാല നിറച്ച് കൊടുക്കാം. നമ്മൾ മീനൊക്കെ പൊരിക്കാൻ മസാല വെട്ടത്തില്ലേ, അതുപോലെ തന്നെ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് തയ്യാറാക്കുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റായിരിക്കും. ഇങ്ങനെ വിരലുപയോഗിച്ച് ഇതിനകത്തൊന്ന് നിറച്ച് കൊടുക്കണം. വേണ്ടേ, നമ്മൾ മസാല ഇതിൽ നിറച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് നിറച്ചെടുക്കാം. പാൻ അടുപ്പിൽ വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ എടുക്കുന്നത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കുക. ഇഷ്ടമുള്ള എണ്ണയിൽ തയ്യാറാക്കാം. മീൻ പൊരിക്കുന്ന പോലെ നിരത്തി വെച്ചാൽ നമ്മളിത് പൊരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ പാൻ തന്നെ എടുത്തത്. അല്ലെങ്കിൽ തവയ്ക്കകത്തും തയ്യാറാക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ വെണ്ടയ്ക്ക സ്റ്റഫ് ചെയ്ത് വെച്ചത് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചു.
എല്ലാം നമ്മൾ പാനിനകത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ മീൻ പൊരിക്കുന്ന അതേ രീതിയിലാണ് ഇത് ചെയ്തെടുക്കാൻ. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ, കരിയരുത്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണ എല്ലാ സൈഡിലും ഒന്ന് എത്തിക്കാം. ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കും, ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എണ്ണ ഇങ്ങനെ ഒന്ന് ചായച്ചു കൊടുക്കണം 4 വശത്തോട്ട്. എണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് എത്താനാട്ടോ. ഇനി ഇച്ചിരി നടുക്കോട്ട് വെച്ച് കൊടുക്കുക സൈഡ്. ഇങ്ങനെ 4 വശം നമ്മൾ ഗ്യാസിൽ കറക്കി കറക്കി വെച്ച് വേണം ഇത് വെച്ചാൽ നടുക്കിരിക്കുന്ന മാത്രം അങ്ങ് പൊരിയും. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുകൊണ്ട് ഒരു വശം പൊരിഞ്ഞിട്ടുണ്ട്. എല്ലാം നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും പൊരിയണ്ടേ. മസാലയുടെ ആ പച്ച മണമൊക്കെ മാറണം. എല്ലാം നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഒരു വശം പൊരിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വശവും കൂടെ പൊരിഞ്ഞാൽ മതി. സ്റ്റഫ്ഡ് വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. എല്ലാവരും കണ്ടല്ലോ വീഡിയോ, എത്ര പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് പറഞ്ഞാൽ. നല്ല ടേസ്റ്റിയാണ് ഇത് തയ്യാറാക്കിയാൽ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.